200 മുട്ട വെക്കുന്ന ഇൻക്യുബേറ്ററിന്റെ പണിയാണല്ലേ ഇതൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളിതൊന്ന് കട്ട് ചെയ്യുന്ന വീഡിയോ നമ്മൾ അന്ന് കണ്ടില്ലേ, അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒരു മാസം പണിയല്ലേ? ഒരു മാസം ആവും പണി തീർത്ത് കഴിയുമ്പോ. 100 മാസമാവും. കുറച്ച് അടപ്പ് നമ്മൾ ചെയ്തു വന്നിരിക്കുന്നത്. ബോക്സ് ഒക്കെ ചെയ്യാൻ കിടക്കുന്നുണ്ട്. കുറച്ച് ബോക്സ് ചെയ്തിട്ടുണ്ട്, ബാക്കിയും കൂടി ചെയ്യാനുണ്ട്. ആളുകളൊക്കെ വർക്ക് ചെയ്തോണ്ടിരിക്കണ്ടേ? അതെ. ഇതൊക്കെ ഇന്നലെ മിനിഞ്ഞാന്നായിട്ട് 2 ദിവസമായിട്ട് ചെയ്ത് തീർത്ത വർക്കുകളാണ്. ഇനി ആ വർക്ക് കഴിയുമ്പോഴേക്കും സമയം പിടിക്കും. ഇത് ഫുള്ള് തീരുമ്പോഴേക്കും ഈ മാസം തീരും. പിന്നെ അടുത്തത് നമ്മൾ 100ന്റെ തുടങ്ങും. അടുത്ത 100ന്റെ ഇത് കഴിയുമ്പോഴേക്കും 100ന്റെ ഒതുക്കും. 100ന്റെ ഇപ്പൊ ഒരുവിധമൊക്കെ തീർന്നു കഴിഞ്ഞു. തീർന്നു. അപ്പൊ ഓർഡർ അനുസരിച്ചിട്ട് ഇനി ഇത് ഈ വർക്ക് കഴിഞ്ഞ് നമ്മൾ അടുത്ത 100ന്റെ തുടങ്ങും. വർക്ക് ഒരു ഇതുമില്ല. കാലത്ത് 8-8:30 തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ 5-5:30 വരെ വർക്കുന്നുണ്ടല്ലേ? നമ്മുടെ ഇൻക്യുബേറ്ററിന്റെ കളറൊക്കെ നോക്കി എന്ത് ഭംഗി നോക്കിയേ. ഇപ്രാവശ്യം കളർഫുൾ ആണ്. ഒന്നുണ്ട് കുറച്ച് ചേച്ചിമാർ കമന്റ് ഇട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് കളർ കാണുമ്പോൾ നല്ല രസം പറയുന്നത്. അതെ, കമന്റ്സിൽ വന്നിട്ടുണ്ട്. അല്ല, ഓരോ നമ്മൾ കൊണ്ടുവന്ന പ്രേക്ഷകരെ ഇഷ്ടപ്പെട്ട കളർ ചൂസ് ചെയ്യുന്നുണ്ട്. നമ്മളോട് പ്രത്യേകം പറയുന്നുണ്ട്, ഞങ്ങൾക്ക് റെഡ് വേണം, ബ്ലൂ വേണം, യെല്ലോ വേണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ കളർഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഓർഡർ വരാൻ കാരണം എന്താണ്? നമ്മളെല്ലാരും സപ്പോർട്ട് ചെയ്യുന്നോണ്ടാണ്. നമ്മുടെ 100% വിജയം തന്നെയാണ്. ഇൻക്യുബേറ്ററിന്റെ റിസൾട്ട് തന്നെയാണ് വിജയം. 2500 മുതലുള്ളൂ. ചെറിയൊരു തുച്ഛമായിട്ടുള്ള ഒരു സംരംഭം തുടങ്ങാൻ ലക്ഷങ്ങളൊന്നും വേണ്ട അല്ലേ? അതെ, 2500 ഉണ്ടെങ്കിൽ സംരംഭം തുടങ്ങാൻ പറ്റും. 2500 രൂപ കൊണ്ട് 2500 രൂപ ചെറിയ സംരംഭം തുടങ്ങാല്ലേ? തുടങ്ങാം. 2500 കൊറിയർ 300, 2800. ചെറിയൊരു കൊറിയർ ചാർജ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. നമ്മളവിടെ 360 കൊടുക്കണേ, നമുക്ക് കസ്റ്റമറിൽ 300 വാങ്ങിക്കുന്നത്. കസ്റ്റമറോട് മേടിക്കുന്നില്ല. 2800 രൂപ കൊറിയർ ചാർജ് അടക്കം നമ്മൾ 2800 മാത്രം മേടിക്കുന്നു. 8 വർഷം മുമ്പാണ് കൊറിയർ കാശ് 300 ആയത്. ഇപ്പൊ നമുക്ക് 360 സെയിം. ഇത്ര വർഷം കഴിഞ്ഞിട്ട് നമ്മൾ അതേ റേറ്റ് തന്നെയാണ്. നമുക്ക് എന്ത് സാധനം വില കൂടിയാലും നമുക്ക് ഇതിന് വ്യത്യാസമൊന്നുമില്ല. അതെ, നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, നമ്മള് ഇത്ര വർഷത്തിന് ശേഷം സെയിം റേറ്റ് തന്നെയാണ്. ഇതുവരെ ഒരു ചേഞ്ച് വന്നിട്ടില്ല. ഇനി അങ്ങോട്ട് അധികം ചേഞ്ച് വരുത്താതെ നോക്കാം. ചെറിയ സംരംഭം തുടങ്ങുകയാണെങ്കിൽ 100 മുട്ടന്റെ ഒക്കെ മതി, ധാരാളം. സാധാരണ വീട്ടില് കോഴിയാണെങ്കിൽ ഇരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടമ്മമാര് മേടിക്കുന്നതുണ്ട് 60ന്റെ. അതാകുമ്പോ അവർക്ക് ധാരാളമാണ്. 30 40 വിരിയിപ്പിക്കാം. ഇൻക്യുബേറ്റർ വിലയൊക്കെ ഒന്ന് പറയുന്നുണ്ട് 60, 100, 200. അത് 60ന്റെ വന്നിട്ട് നമുക്ക് 1600 രൂപയും 150 രൂപ കൊറിയർ ചാർജും ആണ് വരുന്നുള്ളൂ. പിന്നെ 100 മുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്ററിന് 1800 രൂപയും 200 രൂപ കൊറിയർ ചാർജും. വീട് എത്തിക്കാൻ കഴിയില്ല, അത് പറ്റില്ല. അത് പ്രത്യേകം പറയാണ്, നമ്മൾ വീടുകളിൽ എത്തിക്കാൻ പറ്റില്ല. ഹോം ഡെലിവറി ഇല്ല. നമ്മൾ പറയുന്ന എല്ലാവരോടും പ്രത്യേകം പറയുന്ന ഒരു കാര്യമാണ്, ഹോം ഡെലിവറി ഇല്ല. നിങ്ങളുടെ അടുത്തുള്ള ടൗണിൽ കൊറിയർ സർവീസ് ഉള്ള അടുത്തുള്ള ടൗണിൽ മാത്രമേ നമുക്ക് അവിടെ എത്തിക്കാൻ കഴിയുള്ളൂ. ഇത്രയും വലിയ ഇൻക്യുബേറ്റർ നമുക്ക് ഹോം ഡെലിവറി ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ ഒരു ബൈക്കിൽ കൊണ്ട് കെട്ടിക്കൊണ്ടു പണിയല്ലേ, പക്ഷെ വെയിറ്റ് കുറവാണ്. ഒരാൾക്ക് ഒരു ബൈക്കിൽ കൊണ്ടുപോയി പിടിച്ചോണ്ട് പോയ സുഖമാണ്. അതെ, അത് കൊറിയറെ വീട്ടിൽ കൊണ്ട് എത്തിക്കാൻ കഴിയില്ല. അങ്ങനെ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. നമ്മളത് എല്ലാവരോടും പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ഡീറ്റെയിൽ അയച്ചു കൊടുത്ത് അവരോട് സംസാരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഓർഡർ സ്വീകരിക്കുന്നുള്ളൂ. അപ്പോ എല്ലാവർക്കും ബൈ.